അറിയില്ല, എനിക്ക് അറിയുന്നില്ല. എന്നാലും ലഭിച്ചിട്ടുണ്ടെന്ന് പറയണമെങ്കിൽ ഇങ്ങനെ സാധനത്തെ പറ്റി അറിയണ്ടേ. ആയിരിക്കും ഞങ്ങൾക്കോ? ഞങ്ങൾ ഒരു തരത്തിലും അംഗീകരിച്ചില്ല. പ്രതിപക്ഷ നേതാവിൽ പറഞ്ഞു പറയാനില്ല, അതുകൊണ്ട് പറഞ്ഞു മാത്രമേ. ജമാഅത്ത് ഇസ്ലാമി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം രണ്ടും കൂട്ടുകെട്ടല്ലേ, അവരൊരു ഐക്യമല്ലേ, അവർ ഐക്യ പ്രസ്ഥാനമല്ലേ. അപ്പോൾ അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറയുന്നുണ്ടാവും, അത്രയേ ഉള്ളൂ. ഞങ്ങൾ ഒരു തരത്തിലുള്ള ബന്ധവുമില്ല, ഇനി ഇങ്ങോട്ട് ഉണ്ടാവുകയും ചെയ്യില്ല. ഇനി അതുപോലെ ഇനി ഗ്യാരണ്ടി അതാണ്. ഒരു തരത്തിലുള്ള ഐക്യവും നമ്മൾ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ 24 ആരും ജമാഅത്ത് ഇസ്ലാമിന് അല്ലേ? അതാണ് കറക്റ്റ്, അതാ ഉത്തരം. അപ്പോൾ വർഗീയവാദ നിലപാടിനെ വെള്ളപൂശാൻ കൂടി ശ്രമിക്കുകയാണ്. വർഗീയവാദികൾ കൂട്ടുചേരുന്നു മാത്രമല്ല, അവരെ വെള്ളപൂശാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതറ്റം വരെയും പോകും കേട്ടോ, ഏതറ്റം വരെയും പോകാൻ ഒരു മടിയില്ലാതെ ഒരുതരം വർഗീയ കൂട്ടുകെട്ടായിട്ട് മാറിയിരിക്കുകയാണ് UDF. അത് UDF അല്ല ഇനി പറയേണ്ടത്, അതിന് വേറെ പേര് കൊടുക്കുന്നുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല, കണ്ടുപിടിച്ചു. ലീഗിൻ്റെ അകത്ത് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലെ ഏറ്റവും ചെറിയ ന്യൂനപക്ഷമാണ് ജമാഅത്തെ ഇസ്ലാമി. പക്ഷേ ആശയപരമായിട്ട് ലീഗിൻ്റെയൊക്കെ ഒരു മാസ്റ്റർ ഹെഡായിട്ടാണ് ഇപ്പോൾ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണിപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതൊന്നും പറയാൻ പറ്റില്ല, അതല്ല അവരോട് ചോദിച്ചാൽ മതി. നിങ്ങളെ വിളിക്കാൻ നോക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അവരോട് ചോദിച്ചാൽ മതി.